ഈ കോഴിക്കോട് നോർത്തിൽ നിന്ന് നാടിൻ്റെ ഇലക്ഷൻ ഡെസ്കിലേക്ക് തനേഷ് തമ്പി കൂടി ചേരുന്നു. തനേഷ് തമ്പി പറയൂ. തനേഷ് തമ്പി, അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലാണ്. ബട്ട് റോഡ് ബീച്ച്, ആ ബീച്ചിന് സമീപത്തുള്ള ഒരു ഫുഡ് സ്ട്രീറ്റിലാണ് നിൽക്കുന്നത്. നിരവധി ആളുകൾ ഇവിടെ ഭക്ഷണം കഴിക്കാനൊക്കെ വരുന്നുണ്ട്. അവരുടെയൊക്കെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇവിടെ പലതരത്തിലുള്ള വിഭവങ്ങൾ കാണുമ്പോൾ തന്നെ നാവിൽ വെള്ളമൂറുന്ന തരത്തിലുള്ള വിഭവങ്ങളൊക്കെ ഇവിടെയുണ്ട്. അതൊക്കെ നമുക്ക് കാണേണ്ടതുണ്ട്. എന്തായാലും കോഴിക്കോട് നോർത്ത് മണ്ഡലമാണ്. ആ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൻ്റെ പ്രത്യേകത, നേരത്തെ കോഴിക്കോട് 1 എന്ന മണ്ഡലമായിരുന്നു. ആ മണ്ഡലത്തിൽ LDFും UDFും ഒക്കെ മാറി മാറി വിജയിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ 2001 ഈ കോൺഗ്രസ് വിജയിച്ചതിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് LDF മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. CPIMൻ്റെ ഒരു ഉറച്ച കോട്ടയായി ഇത് മാറിയിട്ടുണ്ട്. 2008 മണ്ഡലം പുനർനിർണയത്തിന് ശേഷം പിന്നീട് 2 തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് A പ്രദീപ് കുമാർ ആയിരുന്നു. അതിനുശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3 ടൈം പൂർത്തിയാക്കിയ A പ്രദീപ് കുമാറിനെ മാറ്റി തോട്ടത്തിൽ രവീന്ദ്രനെയാണ് മത്സരിപ്പിച്ചത്. അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു. ഏതായാലും അതിനുശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പാണ്. വീണ്ടും തോട്ടത്തിൽ രവീന്ദ്രൻ തന്നെ മത്സരിക്കുന്നു. ഒപ്പം KPCC സെക്രട്ടറി K ജയന്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. നവ്യ ഹരിദാസാണ് BJPയുടെ സ്ഥാനാർത്ഥി. ശക്തമായ മത്സരത്തിനുള്ള സാധ്യത ഒരുങ്ങുകയാണ്. ഈ മണ്ഡലത്തിന്റെ പൾസ് അറിയാൻ വേണ്ടിയുള്ള ശ്രമമാണ്. എന്തായാലും നമുക്ക് കാണാം നോർത്ത് മണ്ഡലത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന്. LDFിന് വലിയ വിജയപ്രതീക്ഷയുള്ള മണ്ഡലമാണ് കോഴിക്കോട് നോർത്ത് എന്ന് പറയുന്നത്. അതിനു മുൻപ് നമുക്ക് കുറേ ആളുകൾ ഇവിടെ ഉണ്ട്. നമുക്ക് കാണാം തട്ടുകടകളാണ്. തട്ടുകടകൾ നിരനിരയായ തട്ടുകടകളാണ്. ഈ തട്ടുകടകളിലേക്ക് ഭക്ഷണം കഴിക്കാൻ വൈകുന്നേരമൊക്കെ എത്തുന്ന നിരവധി ആളുകളുണ്ട്. നമുക്ക് ഈ കടയിലെ ചേട്ടനോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എങ്ങനെയുണ്ട് വൈകിട്ട് കച്ചവടമൊക്കെ? വൈകിട്ട് ഇപ്പം വലിയ കുഴപ്പമില്ല. കുഴപ്പം വരുന്നു. ഗ്യാസിന്റെ ഒക്കെ പ്രശ്നം തന്നെയാണ്. ആഴ്ചക്ക് 2 ദിവസമാണ് തുറക്കുന്നത്. ഓക്കെ, നിങ്ങളൊക്കെ എവിടെ നിന്ന്? ഞങ്ങൾ ചെറുകുലം കക്കോടി കാണാൻ വേണ്ടി വന്നാ? ഡാൻസ് കളിക്കാനോ? അത് ഫോളോവേഴ്സ് റീൽസ് ഉണ്ടാക്കാൻ വന്നാണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. എന്താ പേര്? അയാത്. ഡാൻസ് കളിക്കാൻ വന്നാ അല്ലേ? നിങ്ങളൊക്കെ നോർത്ത് മണ്ഡലത്തിലാണോ? ഏത് മണ്ഡലം? ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണല്ലോ. എന്താണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ? വീണ്ടും LDF അധികാരത്തിൽ വരുമോ അതോ UDF വരുമോ? നിങ്ങൾ കാണുന്നത് മിക്കവാറും UDF ആയിരിക്കും വരിക. UDF തന്നെ തിരിച്ചു വരും. ഉമ്മയ്ക്ക് നാണമാണ്. അതെന്തായാലും നിങ്ങൾ ഏത് മണ്ഡലം? കുറ്റിയാടി മണ്ഡലം ആണല്ലേ? ഇത്തവണ ആര് വരും? പാറക്കൽ വരും. ഓക്കെ, അങ്ങനെ പലതരത്തിലുള്ള ഇപ്പം നമ്മൾ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലാണ്. ചേട്ടൻ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലല്ലേ? ഇവിടെ എങ്ങനെയാണ് ഒരു സാധ്യത? തോട്ടത്തിൽ രവീന്ദ്രനും ഈ പ്രാവശ്യം പറയാൻ പറ്റില്ല. കടുത്ത മത്സരം, ഒരുപാട് മത്സരമാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ചേട്ടനും എവിടെയാ? ഞാൻ മലപ്പുറം മണ്ഡലമാണ്. മലപ്പുറം. അവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്. അതെ അതെ. അപ്പം ആര് വരും എന്നുള്ളതാണ് അവിടെ സംശയമില്ല, കുഞ്ഞാലിക്കുട്ടി സാഹിബ്. നിങ്ങളുടെ റീൽസ് ഒക്കെ എടുത്ത് കഴിഞ്ഞോ? റീൽസ് ഒക്കെ എടുത്ത് കഴിഞ്ഞോ? ഏത് ഡാൻസാ? ഏത് പാട്ടിനാ ഡാൻസ് കളിച്ചത്? ഡാൻസ് ക്ലാസ്സിൽ പഠിപ്പിച്ച കുറച്ച് സോങ് മിക്സഡ് ആക്കും. ഇലക്ഷൻ നടക്കുകയാണെന്നൊക്കെ അറിഞ്ഞോ? ആര് ജയിക്കും? ആരെങ്കിലും ജയിക്കും അല്ലേ? ആരെങ്കിലും ജയിക്കണമല്ലോ. ഓക്കെ ഓക്കെ. അതുപോലെ നമ്മുടെ കൂടുതൽ കടകൾ. ചേട്ടാ, ഈ മണ്ഡലമാണോ? ആര് ജയിക്കും? ഇലക്ഷൻ്റെ ഒരു സാധ്യത? ഇലക്ഷന്റെ സാധ്യത ഇടതുപക്ഷം ജയിക്കാനാണ് സാധ്യത. തോട്ടത്തിൽ രവീന്ദ്രൻ തന്നെ ജയിക്കുന്നത്. തോട്ടത്തിൽ ആര് അധികാരത്തിൽ വരും? പിണറായി വിജയൻ വരും. ഓക്കെ. അതായത് വീണ്ടും കൂടുതൽ കടകൾ, കൂടുതൽ ആളുകൾ ഒക്കെ ഉണ്ട്.
ചൂടുള്ള നിങ്ങൾ ഈ മണ്ഡലത്തിലാണോ? ഇവിടെ ആര് ജയിക്കുന്നു? LDF തന്നെ നിൽക്കാനാ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.